അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. നൂഹ് നബി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആദം നബിയെ ഞാൻ തിരഞ്ഞെടുത്തു, നൂഹ് നബിയെ ഞാൻ തിരഞ്ഞെടുത്തു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഞാൻ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെ തിരഞ്ഞെടുത്തു. അല്ലാഹുവിന്റെ ഖുർആൻ തിരഞ്ഞെടുത്ത കുടുംബമാ, അല്ലാഹു തിരഞ്ഞെടുത്ത കുടുംബമാണ്. എന്റെ യോഗ്യത എന്ത്? ഇബ്രാഹിം നബിക്കും തന്റെ കുടുംബത്തിനെ പടച്ചിറപ്പ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമെടുത്തു അല്ലാഹുവേ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവനെ വിവാഹം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരുപാട് കൊല്ലമായി മക്കളില്ല, ഒരുപാട് കൊല്ലമായി മക്കളില്ല. പടച്ചവനെ ഒരു ദിവസം സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു, നബിയേ, ഇനി പ്രസവിക്കുമെന്ന് തോന്നുന്നില്ല നബിയേ, എനിക്ക് പ്രായമായി നബിയേ, ഇനി പ്രസവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കണം. ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നു മറ്റൊരു പെണ്ണ് കെട്ടാർ, എന്നിട്ട് പറയുകയാണ്, അതിലൂടെ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചാൽ അത് എന്റെ കുഞ്ഞു തന്നെയാണല്ലോ, എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുമല്ലോ. അല്ലാഹുവേ, ഇബ്രാഹിം നബി പറഞ്ഞു, ഇബ്രാഹിം നബി സാറാ ബീവിയോട് പറഞ്ഞു, എങ്കിൽ നീ തന്നെ ഒരു പെണ്ണിനെ കാണിച്ചതാ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ചരിത്രമറിയാം. അതാ സാറാ ബീവി റളിയല്ലാഹു തആല അൻഹ ഹജറാ ബീവി എന്ന് പറയുന്ന പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാ. ഇബ്രാഹിം നബി വിവാഹം കഴിക്കുകയാണ്. പടച്ചവനെ, രണ്ടുപേരും കുടുംബ ജീവിതത്തിലേക്ക് കടന്നു. അതാ ഹജറാ ബീവി ഗർഭിണിയാവുകയാ. അല്ലാഹുവേ, അവസാനം 9.5 മാസം കഴിഞ്ഞു. ഒരു പൊന്നുമോനെ പ്രസവിക്കുകയാണ്. അവൻ ഇസ്മായിൽ എന്ന് പേരിടുകയാണ്. അവൻ ഇസ്മായിൽ എന്ന് പേരിടുകയാ. അല്ലാഹുവേ, ഒരു ദിവസമുണ്ടല്ലോ, ഇബ്രാഹിം നബി പ്രസവിച്ച് കിടക്കുന്നതിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹജറാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ടു അവിടെന്ന് പറയുന്നു, ഹജറാ, ഒരു യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തോ. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ, യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുക്കാൻ പറഞ്ഞപ്പോ ഹജറാ ബീവി പറഞ്ഞില്ല, ഞാൻ പ്രസവിച്ച് കിടക്കുന്നവളാണെന്ന് പറഞ്ഞില്ല. എവിടേക്കാണ് പോകുന്നത് പോലും അവള് ചോദിച്ചില്ല. ഭർത്താവ് ഒരുങ്ങാൻ പറഞ്ഞു. അനുസരണയുള്ള ഭാര്യ ഒരുങ്ങുകയാണ്. തന്റെ ചോരക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ യാത്ര തുടങ്ങുകയാ. അവസാനം മക്കയിൽ ചെന്ന് സഫാ മർവ എന്ന് പറയുന്ന 2 മലകൾക്കിടയിൽ അല്ലാഹുവേ, ഹജറാ ബീവിയെയും തന്റെ ചോരക്കുഞ്ഞിനെയും ഇറക്കി വിട്ടിട്ട് കുടിക്കാനുള്ള വെള്ളവും കാലക്കയും കൊടുത്തിട്ട് ഇബ്രാഹിം നബി സലാം പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാ. ഒരു പറവ് പോലുമില്ല. പടച്ചവനെ, ആരാരുമില്ലാത്ത കൊടുമ്പനത്തിൽ തന്റെ പൊന്നുമോളെയും തന്റെ ഭാര്യയെയും കൊണ്ട് ഇറക്കി വിട്ടിട്ട് ഇബ്രാഹിം നബി തിരിച്ചു പോകുന്നു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഒന്നും മിണ്ടുന്നില്ല. അവസാനം തന്റെ ചോരക്കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് ഹജറാ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, നബിയേ, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാണോ, സ്വന്തം തീരുമാനമാണോ? അല്ലാഹുവേ, ഇബ്രാഹിം നബി പറഞ്ഞു, ഹജറാ, ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമോ? ചോരക്കുഞ്ഞിനെ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോട് അതാ അകന്നു പോകുന്ന ഭർത്താവിനോട്, മനസ്സില്ല മനസ്സോടെ പിരിഞ്ഞു പോകുന്ന ഭർത്താവിനോട് ആ പെണ്ണ് പറഞ്ഞു കൊടുത്തു, ഹസ്ബുനല്ലാഹ്, പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട നബിയേ, എന്റെയും എന്റെ മകന്റെയും കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി നടന്നു പോവുകയാണ്. നമ്മളെല്ലാ വലിയ പെരുന്നാളിനും കേൾക്കുന്ന ചരിത്രമാ. അവസാനം കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി തന്റെ പൊന്നുമോന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. മകനോട് വല്ലാത്ത സ്നേഹമാ, മകനോട് വല്ലാത്ത സ്നേഹമാണ്. വാപ്പയും മകനും കടന്ന് കളിച്ച് ചിരിച്ചു സുഖിച്ച് നടക്കുകയാ. ഒരു ദിവസം രാവിലെയുണ്ടല്ലോ, ഇബ്രാഹിം നബി തന്റെ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമോന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ആ വാപ്പ തന്റെ പൊന്നാര മകന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെന്ന് ചോദിക്കുന്നു, മോനെ ഇസ്മായില്, അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാ പറഞ്ഞിരിക്കുകയാ. എന്റെ പൊന്നുമോന്റെ അഭിപ്രായം എന്താ? 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമോൻ, അല്ലാഹുവേ, കൊല്ലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്ന പ്രിയപ്പെട്ട വാപ്പ തന്റെ പൊന്നുമകന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, പൊന്നുമോന്, അല്ലാഹു നിന്നെ
പറഞ്ഞിരിക്കുകയാ. വാപ്പ ഒരു സ്വപ്നം കണ്ട് പൊന്നുമോന് എന്താണ് എന്റെ പൊന്നുമോന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോ അതാ വാപ്പയുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. തരിച്ചുപോയി ഇബ്രാഹിം നബി തന്റെ പൊന്നാര മകന്റെ മറുപടി കേട്ടിട്ട് അറിയാതെ ദുആ ചെയ്തു പോയി. ആ പൊന്നുമോന് വാപ്പയോട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന വാപ്പോ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുക വാപ്പോ, അല്ലാഹു പറയുന്നതനുസരിക്കുക വാപ്പോ. വിധിയുണ്ടെങ്കിൽ നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയുന്നവരാ, തന്റെ പൊന്നാര മകനെ അറുക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു. ആ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമോർ തന്റെ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ഉപ്പാ, എനിക്ക് 4 വസിയ്യത്തുണ്ട് വാപ്പാ, എനിക്ക് 4 വസിയ്യത്തുണ്ട് വാപ്പാ. ഇബ്രാഹിം നബി അത്ഭുതത്തോടെ ചോദിച്ചു, മോനെ ഇസ്മായില്, എന്റെ പൊന്നുമോന് പറയാനുള്ളതെന്താ? അവിടെ ഒന്നാമതായി പറയുന്ന ഉപ്പാ, എന്റെ കഴുത്ത് പിടിച്ച് എന്റെ കഴുത്ത് പിടിച്ച് തിരിച്ചു കടത്തിയിട്ട് എന്റെ പിരടിയിൽ വെച്ച് കത്തി വെച്ചറുക്കാൻ പാടുള്ളൂ. അറുക്കുന്ന സമയത്ത് എന്നെ കമഴ്ത്തി കടത്തിയിട്ട് അറുക്കാവൂ. അല്ലാഹുവേ, ഇബ്രാഹിം നബി അത്ഭുതത്തോടെ തന്റെ പൊന്നാര മകനോട് ചോദിക്കുകയാ, എന്തേ പൊന്നുമോന്, എന്റെ പൊന്നുമോന് പറയാനുള്ള കാരണം എന്താ? അവിടെ പറയുന്നു, വാപ്പാ, നിങ്ങൾക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമാ. അറുക്കുന്നതിന് വേണ്ടി എന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ എന്റെ മുഖം കണ്ടാ വാപ്പാനെ കൊണ്ടറുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തിയിട്ട് അറുക്കാൻ പാടുള്ളൂ. രണ്ടാമതായി പറഞ്ഞു, എന്റെ കയ്യും കാലും കെട്ടിയിടണ്, എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് ഉപ്പറുക്കാൻ പാടുള്ളൂ. എന്തേ പൊന്നുമോന്? വാപ്പാ, എന്റെ കഴുത്ത് മുറിഞ്ഞിട്ട് മരണവേദന സഹിക്കാൻ കഴിയാതെ ഞാനെങ്ങാണം എന്റെ കയ്യും കാലും വിട്ടടിച്ചാ ഉപ്പാന്റെ കൈ വിറയ്ക്കുമല്ലോ. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ കഴിയില്ലല്ലോ. എന്റെ കയ്യും കാലും എന്റെ വാപ്പയൊന്ന് കെട്ടിയിടണേ. മൂന്നാമതായി പറയുന്ന ഉപ്പാ, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമുണ്ടല്ലോ, എന്റെ ഉമ്മാനെ കാണിക്കല്ലേ, എന്റെ ഉമ്മാനെ സഹിക്കാൻ കഴിയില്ല. എന്റെ രക്തം പുരണ്ട വസ്ത്രം കണ്ടാൽ എന്റെ ഉമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല. നാലാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, എന്നെ അറുത്തു കൊടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ എന്റെ സലാം എന്റെ ഉമ്മയോട് പറയണേ, എന്റെ ഉമ്മാനോട് ഞാൻ സലാം പറഞ്ഞെന്ന് പറയടൂ. എന്നിട്ട് എന്റെ ഉമ്മയോട് പറയണം, നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് ഉമ്മ എന്റെ വാപ്പ എന്റെ ഉമ്മയോട് പറയണേ എന്ന് 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമോർ തന്റെ പ്രിയപ്പെട്ട വാപ്പയോട് പറഞ്ഞു കൊടുത്തെന്ന ചരിത്രമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നവരാ. എത്ര കേട്ടാലും മതി വരൂല, എത്ര കേട്ടാലും മതി വരൂല. ഓരോ പ്രാവശ്യം ആ ചരിത്രം ഇങ്ങനെ കേൾക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഓരോ ഉപ്പയും ഉമ്മയും ചിന്തിച്ചു പോകാറുണ്ട്. പടച്ചുറപ്പേ, ഇതുപോലെ ഒരെണ്ണം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ, ഇതുപോലെ ഒരു മകന്, ഇതുപോലെ ഒരു മകള് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു പടച്ചവര് എന്നാഗ്രഹിക്കാത്ത മാതാപിതാക്കളില്ലല്ലോ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അല്ലാഹുവേ, സ്വന്തം മക്കള് നന്നാകണമെന്ന് ആഗ്രഹമുള്ള മാതാപിതാക്കളുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവര്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കള് നിനക്ക് വേണ്ടി, നിന്നെ കണ്ണുനീര് കുടിപ്പിക്കാത്ത, നിന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താത്ത, പ്രായമാകുന്ന കാലത്ത് താങ്ങും തണലുമാകുന്ന, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചാരത്ത് വന്ന് കയ്യിലെ വെള്ളവും പിടിച്ച് ഉപ്പാന്റെയും ഉമ്മാന്റെയും തലയുടെ ഭാഗത്തിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന് സ്നേഹത്തോടെ പറഞ്ഞു തരുന്ന ഒരു പൊന്നുമോ നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അവസാനം വീടിന്റെ പുറകില് താർപ്പ വലിച്ചു കെട്ടികെട്ട് നിന്റെ മയ്യത്ത് കുളിപ്പിക്കാരെടുത്ത് വെക്കുമ്പോ എന്റെ ഉമ്മാനെ ഞാൻ കുളിപ്പിക്കാ, എന്റെ വാപ്പാനെ ഞാൻ കുളിപ്പിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നിട്ട് ഉപ്പയുടെയും ഉമ്മയുടെയും തലയെടുത്ത് കയ്യിൽ വെച്ച് കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാനറിയുന്ന ഒരു സംഗതി നിനക്ക് വേണമെന്ന് മോഹമുണ്ടോ? അവസാനം എരുമേരി പള്ളിക്കകത്ത് മരാ കുളിപ്പിച്ച് വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്നെ കൊണ്ടുപോയി കിടത്തുന്ന ദിവസമുണ്ടല്ലോ. പള്ളിയിലെ ഇമാമിന്റെ കൈ പിടിച്ചിട്ട് ഉസ്താദ് ഇതെന്റെ വാപ്പയാ, ഇതെന്റെ ഉമ്മയാ, ഇവരുടെ മയ്യത്തിന്റെ ഇമാമത്ത് ഞാൻ നിൽക്കുമെന്ന് പറയുന്ന ഒരു പൊന്നുമോ നിനക്ക് വേണ്ടി അവസാനം എരുമേലി പള്ളിയുടെ പുറകിൽ കൊണ്ടുവന്ന് കുടിച്ചിട്ടിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഞാൻ വരില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഒറ്റയ്ക്ക് ഉപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്ത് നിന്ന് എന്റെ ഉപ്പാനെ ഒറ്റക്കിട്ടിട്ട് വരാ, എന്റെ ഉമ്മാനെ ഒറ്റക്കിട്ടിട്ട് വരാർ എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞ് കബറിന്റെ ചാരത്ത് നിന്ന് മനസ്സ് തുറന്ന് നെഞ്ചു പൊട്ടികെട്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്ന ഒരു സംഗതി നിനക്ക് വേണ്ടേ പെങ്ങള്? നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ അല്ലാഹു സ്വർഗത്തിലേക്ക് പോകടാ എന്ന അവസരം കൊടുക്കുമ്പോ അല്ലാഹുവേ ഞാൻ പോകില്ല പടച്ചവര്, എന്റെ വാപ്പയില്ലാതെ എന്റെ ഉമ്മയില്ലാതെ എനിക്കെന്ത് സ്വർഗമാ പടച്ചവര്, അവരില്ലാതെ ഞാൻ പോകില്ലെന്ന് പറഞ്ഞു സ്വന്തം മാതാപിതാക്കളെ കാത്തു നിൽക്കുന്ന ഒരു സ്വാലിഹായ സന്താനം നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് സ്വാലിഹായ സന്താനം വേണോ? ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ വേണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ചില കാര്യങ്ങൾ ആര് തന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ അവന്റെ മക്കള് സ്വാലിഹീകളാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ആമീൻ പറയാൻ പലർക്കും മടിയ, അതിന്റെ കാരണം നിനക്കതിന്റെ അർത്ഥം അറിയില്ല. സാലിഹായ മക്കൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ, ഈ വഅദ് പറയുന്ന ഞാൻ മരണപ്പെട്ടു പോയാൽ എനിക്ക് മൂന്നേ കാര്യമേ പ്രയോജനം ചെയ്യൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഈ വഅദ് പറയണ ഞാൻ ഇവിടെ വെച്ചങ്ങ് വീണുപോയി, ആരെങ്കിലും പൊക്കിയെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുപോയി, നാളെ പടച്ചവനെ എന്നെ കൊണ്ടുവന്ന് കുടിച്ചിട്ട് കബറിനകത്ത് കൊണ്ട് കബറടക്കി കുടിച്ചിട്ട് കഴിഞ്ഞു, എനിക്ക് പിന്നെ പ്രയോജനം ചെയ്യുന്നത് മൂന്നേ കാര്യം. ഒന്ന്, ഞാൻ ചെയ്ത സൽക്കർമ്മം, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ ഞാൻ ചെയ്ത ജാരിയായ സദഖകൾ. മൂന്ന് പ്രസംഗമൊന്നും വേണ്ട, വഅദൊന്നും വേണ്ട, ഖുർആനിന്റെ ആയത്തൊന്നും വേണ്ട, ഈ ഒറ്റ ഹദീസ് പഠിച്ചാൽ മതി, മക്കളുടെ വില മനസ്സിലാകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരണപ്പെട്ടു പോയ മനുഷ്യന് ഗുണം ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദുആ, സാലിഹായ ദുആ ചെയ്യുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ പറഞ്ഞേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കൾ. സ്വാലിഹീങ്ങളായ മക്കളുണ്ട് നമ്മുടെ ഇടയിൽ. നിസ്കരിക്കും, ഖുർആൻ ഓതും, നോമ്പ് പിടിക്കും, വഅദ് പറയും, വഅദ് കേൾക്കും, ഏത് നല്ല കാര്യത്തിനും സദഖ കൊടുക്കും, ഏത് നല്ല കാര്യത്തിനും മുമ്പിലുണ്ടാകും. സ്വാലിഹായ മക്കൾ ഇല്ലേ? പക്ഷേ വാപ്പയും ഉമ്മയും മരിച്ചു, പള്ളിക്കുഴി കൊണ്ട് കുഴിച്ചിട്ടാ പിന്നെ ആ പരിസരത്തോട്ട് പോകാത്ത ചില മക്കളുണ്ട്. ഇങ്ങനെയുള്ളവന്മാരെ കിട്ടിയിട്ട് എന്ത് പ്രയോജനം ചെയ്യാനാ? എന്റെ പ്രിയമുള്ളവരെ, സാലിഹായ മക്കളുണ്ട്. നിസ്കരിക്കും, ഹജ്ജ് ചെയ്തോ ഉംറ ചെയ്തോ, ഏത് നല്ല കാര്യത്തിന് മുമ്പിലുണ്ടാകും. പക്ഷേ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരായി അവരുടെ ഭായി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന മക്കളെ കിട്ടിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കൾ, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന മക്കൾ, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ചിലരൊക്കെ താടിക്ക് നീളുണ്ടാകും, നിസ്കാര തഴമ്പുണ്ടാകും, കയ്യിൽ എപ്പോഴും തസ്ബീഹ് ഉണ്ടാകും, കാണാൻ വലിയ തങ്ങളെ പോലെ നടക്കും. പക്ഷേ അവന്റെ ഉമ്മയും ഉപ്പയും ഖബറിൽ കിടന്നിട്ട് യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചില മക്കളുണ്ട്, മരിച്ചാലും വിടൂല, ജീവിച്ചിരുന്ന കാലത്തും സമാധാനം കൊടുക്കൂല.
കൊടുക്കൂല, മരിച്ചാലും അവർക്ക് സമാധാനം കൊടുക്കാത്ത ചില മക്കളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ആ കൂട്ടത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. വാപ്പ ഖബറിൽ കിടന്നിട്ട് പറയാ, ഇങ്ങനെ ഒരു വൃത്തികെട്ടവന് വേണ്ടിയാണല്ലോ അല്ലാഹ് ഞാൻ കഷ്ടപ്പെട്ടത്, ഇങ്ങനെ ഒരുത്തനാണല്ലോ. ഉമ്മ പറയാ, ഇങ്ങനെ ഒരുത്തിയാണല്ലോ എന്റെ വയറ്റിൽ പിറന്നുപോയത്. പടച്ചനെ, അവര് ഖബറിൽ കിടന്ന് ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മരിച്ചവരെ വേദനിപ്പിക്കരുത്, മരിച്ചവരെ വേദനിപ്പിക്കരുത്. അവരുടെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദ്യം ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പ്രയോജനമുള്ള മക്കളാകണം. ആദ്യം ഞാനും നിങ്ങളും നന്നാവണം. ആദ്യം നമ്മള് നമ്മുടെ അത്തായ്ക്കും അമ്മായിക്കും പ്രയോജനമുള്ള മക്കളാകണം. എന്നിട്ട് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വാലിഹായ മക്കളാകണം. സ്വാലിഹായ മക്കളെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്ക്. നമ്മളാദ്യം നന്നാവണം, പിന്നെ നമ്മുടെ മക്കൾ. അതിനെന്തിനാ പിശുക്കത്തരവ്? നല്ലപോലെ പൊക്ക്, പൈസ ഒന്നും അല്ലല്ലോ ചോദിച്ചേ, നല്ലപോലെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് സ്വാലിഹായ മക്കളെ വെറുതെ കിട്ടൂല, അതാ പഠിക്കണ്ടേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്വാലിഹായ മക്കളെ കിട്ടണമെന്ന്. പക്ഷെ ഓസിന് കിട്ടൂല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന ദുആ ചെയ്തെന്ന് പറഞ്ഞ് സ്വാലിഹായ മക്കളെ കിട്ടൂല. അതിനിത്തിരി കഷ്ടപ്പാടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ചില കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന്, വിവാഹം കഴിക്കാത്ത പ്രത്യേകിച്ച് മക്കളൊക്കെ, വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർ, വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ, മക്കളെ പ്രായപൂർത്തിയായി ഒരു വരനെ വേണം, ഒരു വധുവിനെ വേണമെന്ന് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരു സ്വാലിഹായ സന്താനത്തെ കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കർഷകൻ കൃഷി ഇറക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഒരു കർഷകന് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ ആദ്യം നോക്കുന്നത്, ഈ സ്ഥലത്ത് കൃഷി ഇറക്കിയാൽ, വിത്തിറക്കിയാൽ വിളവ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ യഥാർത്ഥത്തിൽ ഒരു കർഷകൻ വിളവിറക്കാൻ തയ്യാറാവും. ഈ എരുമേലിയിൽ ഒരാൾ കടയിടാൻ തീരുമാനിച്ചു. ഈ സ്ഥലത്ത് കടയിട്ടാൽ ആ കട വിജയിക്കും. ഒരു 90, ഒരു 75% ഇവിടെ കച്ചവടം നടക്കും. ഇത് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ ഒരു മനുഷ്യന് കടയിടാൻ തീരുമാനിക്കും. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നല്ല കൃഷിയിടത്തിൽ വിത്തിറക്കിയാലേ, നല്ല പെരയിടത്തിൽ, അള്ളാഹുവേ, നല്ല വസ്തുവിൽ അള്ളാഹുവേ നീ വിത്തിറക്കിയാലേ നിനക്ക് നല്ല വിളവ് കിട്ടൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുകയാണ്, നിസാഉകും ഹർസുൽ ലക്കും വഅതൂ ഹർസകും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, പെണ്ണെന്ന് പറഞ്ഞാൽ കൃഷിയിടമാണ്, പെണ്ണെന്ന് പറഞ്ഞാൽ കൃഷിയിടമാണ്. അതുകൊണ്ട് പൊന്നുമോനെ, കൃഷി ഇറക്കുന്ന സമയത്ത് അള്ളാഹുവേ നല്ല കൃഷിയിടത്തല്ല, നല്ല പെരകിടം നോക്കിയിട്ട് വേണം കൃഷി ഇറക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കൾ പിറക്കാറുള്ളൂ, നല്ല ഉമ്മമാരുടെ വയറ്റിലെ നല്ല മക്കൾ പിറക്കാറുള്ളൂ. മോശമായ ഉമ്മയുടെ വയറ്റിൽ നല്ല മക്കൾ പിറക്കാറില്ല. എന്റെ പ്രിയമുള്ള സഹോദരാ, മോനെ, പെണ്ണ് കെട്ടണമെന്നുള്ള മോഹം നിനക്ക് കടന്നു വരുമ്പോ, പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് നീ ചിന്തിക്കേണ്ടത് എന്തെന്നറിയുമോ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഫളുഫറു ബിദാത്തിദ്ദീൻ. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ. ആ പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ. നല്ല പിറന്നാകെ നല്ല ഒരു സ്ഥലത്ത് കൃഷി ഇറക്കിയാല് നിനക്ക് നല്ല വിളവ് കിട്ടൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഒരു നല്ല ഉമ്മയുടെ വയറ്റിൽ പിറന്ന ഒരു പൊന്നുമോനെ ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ,
സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു പൊന്നുമോര്. അല്ലാഹനെ വല്ലാത്ത പേടിയാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന കാണാനടകുള്ള സുന്ദരനായ ചെറുപ്പക്കാരനാ. അല്ലാഹനെ വല്ലാത്ത പേടിയാട്. പാവപ്പെട്ടവനാട്. പടച്ചവന് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കിടന്നിട്ട് ഉറക്കം വരാതെ സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. അല്ലാഹുവേ, വീട് വിട്ടിറങ്ങുകയാണ്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. അവസാനം നടന്ന് തളർന്നിട്ട് ഒരു ഒഴുക്കുള്ള പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുകയാ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒരു പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുമ്പോ അല്ലാഹുവേ, വെള്ളത്തിലൂടെ ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം ഇങ്ങനെ നോക്കുമ്പോ വെള്ളത്തിലൂടെ ഒരാപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാ. വിശപ്പിന്റെ കാഠിന്യത്താൽ സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ അറിയാതെ ആപ്പിൾ അങ്ങെടുക്കുകയാ. വിശപ്പിന്റെ കാഠിന്യത്താൽ അങ്ങ് കഴിക്കുകയാണ്. തഥാ പകുതി തന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. പകുതി തന്റെ ആമാശയത്തിലേക്ക് പോയി. അപ്പോഴാണ് പടച്ചവനെ ബുദ്ധി വർക്ക് ചെയ്യുന്നത്. അല്ലാഹുവേ, ഈ തിന്നത് ഹറാമാണല്ലോ പടച്ചവര്. ആരുടെ നാണെന്നറിയില്ലല്ലോ പടച്ചവര്. അനുവാദം ചോദിച്ചില്ലല്ലോ പടച്ചവര്. ഖസുറത്ത് ദുനിയാ വല്ലാഖിറ. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ പടച്ചവര്. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിള് വിശന്ന് തളർന്നു കിടക്കുമ്പോ എടുത്ത് കടിച്ചു പോയതിന്റെ പേരിൽ തലയിലൂടെ മണ്ണ് വാരി കിട്ടട്ടാ ചെറുപ്പക്കാരിരുന്ന് കരയുകയാ. ജനങ്ങളെ മുഴുവനും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇവന് ഭ്രാന്ത് പിടിച്ചോ എന്ന് ജനങ്ങൾ ഇങ്ങനെ നോക്കുകയാ. അവസാനം സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ഓടുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു കൂവിയിട്ട്, എന്റെ നാശമേ, എന്റെ നാശമേ, ഞാൻ നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിന്റെ ആ പുഴയുടെ ചാരത്തുകൂടെ ഓടുകയാണ്. അല്ലാഹുവേ, ഓടി അവസാനം ഒരു ആപ്പിള് തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ആ ആപ്പിൾ ഏത് തോട്ടത്തിൽ നിന്നാണ് വീണതെന്ന് കണ്ടുപിടിക്കുകയാ. ഓടിച്ചെന്ന് നോക്കുമ്പോ അതിനകത്തൊരു മനുഷ്യനിരിക്കുകയാണ്. സാബിത്ത് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എനിക്കൊന്ന് പൊരുത്തം തരുവോ? വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അറിയാതെ തിന്നുപോയതാ. അവിടെ കിടന്ന് പൊട്ടിക്കിടന്ന് യാചിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, ഞാനിവിടത്തെ വേലക്കാരനാ, ഞാനിവിടത്തെ ജോലിക്കാരനാണ്. എന്റെ യജമാനന്റെ വീട്ടിലെത്തണമെങ്കിൽ 3 ദിവസം രാവും പകലും നടന്നാലോ എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ. സാബിത്ത് പറയുന്നു, 3 അല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാൽ നടക്കാൻ ഞാൻ തയ്യാറാ. അവസാനം അതാ കടിച്ചുപോയ ആപ്പിളും കയ്യിൽ പിടിച്ചിട്ട് അതിന്റെ പകുതിയും കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ രാവും പകലും കരഞ്ഞുകൊണ്ട് നടക്കുകയാ. അവസാനം നടന്ന് പടച്ചവര് ആ തോട്ടത്തിന്റെ യജമാനന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടേക്ക് കടന്നു ചെന്നു. ആ മനുഷ്യന്റെ മുന്നിൽ ചെന്നിട്ട് പൊട്ടിക്കരയുകയാ. അവിടെ ചെന്ന് പൊട്ടിക്കരയുകയാണ്, എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണേ. അവിടെ കടന്ന് അവസാന കരന്നുകൊണ്ട് ചോദിക്കുമ്പോ ആ മനുഷ്യന് മനസ്സിലായി, ഇവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, ഇവന് സാധാരണ ഒരു മനുഷ്യനല്ല. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്ത്, നിന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് കടന്നു പോയാ പകുതി ആപ്പിൾ ഞാൻ പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് സാബിത്ത്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്തിനും ഞാൻ തയ്യാറാ, എന്തിനും ഞാൻ തയ്യാറാ. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു പൊന്നുമോളുണ്ട്, നീ അവളെ വിവാഹം കഴിക്കണം. അവൾക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവിക്ക് കേൾവിയില്ല, അവൾക്ക് നടക്കാൻ കഴിവില്ല, അവളാണെങ്കിൽ സൗന്ദര്യമില്ലാത്തവളാണ്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം പറയുകയാ, എനിക്ക് ആ പെണ്ണിനെ കാണണമെന്ന് പോലുമില്ല.
വിവാഹം കഴിക്കാൻ തയ്യാറാ, നിങ്ങൾ എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തന്നാ മതി. അവസാനം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന കാണാനഴകുള്ള സുന്ദരനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ വിവാഹം കഴിഞ്ഞ് മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ട കാഴ്ച എന്തെന്നറിയുമോ? കാണാനഴകുള്ള സുന്ദരിയായ ഒരു പെണ്ണിങ്ങനെ മണിയറക്കകത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, നടക്കാൻ കഴിവില്ലാത്ത, സൗന്ദര്യമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, സാബിത്തേ, ഞാനാണ് നിന്റെ ഭാര്യ. അല്ലാഹുവേ, എന്റെ വാപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹു കാണല്ലേ, അല്ലാഹു കാണരുതെന്ന് പറഞ്ഞ ഒരു കാര്യവും ഇന്ന് വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല സാബിത്ത്. അല്ലാഹുവേ, അല്ലാഹുവേ, എടുക്കരുതെന്ന് പറഞ്ഞ ഒരു സാധനം, ഹറാമായ ഒരു കാര്യം ഇന്ന് വരെ ഞാൻ എന്റെ കൈ കൊണ്ടെടുത്തിട്ടില്ല. പോകരുതേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ കാലുകൊണ്ട് ഞാൻ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോ അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു, അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണായിരുന്നു. അല്ലാഹുവേ, വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളിന്റെ പൊരുത്തം ചോദിക്കാൻ പോയ ചെറുപ്പക്കാരൻ, ഇവര് രണ്ടുപേരും കൂടെ ഒരു വിത്തിറക്കി, ഇവര് രണ്ടുപേരും കൂടെ ഒരു കൃഷി ഇറക്കി. ആ കൃഷിയിടത്തിൽ ഒരു വിളവ് കിട്ടി. ആ വിളവാരെന്നറിയുമോ? ആ ഉമ്മയുടെ വയറ്റിൽ പിറന്ന മകന്റെ പേരെന്തെന്നറിയുമോ? ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ച ഒരു മകനുണ്ട്. ആ മകന്റെ പേരെന്തെന്നറിയുമോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ. ആ കൃഷിയിടത്തിൽ നിന്ന് കിട്ടിയ വിളവാ. ആ ഉമ്മയുടെ വയറ്റിൽ പിറന്ന മകനാണ് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു മകൻ നിനക്ക് വേണോ? ഒരു സാലിഹായ പൊന്നുമോള് നിനക്ക് വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പെണ്ണ് കെട്ടാനിരിക്കുന്ന ചെറുപ്പക്കാരാ, മക്കളെ കെട്ടിച്ചു കൊടുക്കാനിരിക്കുന്ന മാതാപിതാക്കള്, നീ കെട്ടാ പോകുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെണ്ണ് നോക്കാൻ പോകുന്ന സമയത്ത് അവക്ക് പണമുണ്ടോന്നല്ല നോക്കണ്ടേ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഓക്ക് പണമുണ്ടോന്നാ. അല്ലാഹുവേ, പടച്ചവനെ, പണമുള്ള പെണ്ണിനെ കെട്ടാൻ വേണ്ടി നടക്കുന്നവരുണ്ട്. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയതാണെങ്കിലും കുഴപ്പമില്ല, പ്രായം കൂടിയാലും കുഴപ്പമില്ല, സ്ത്രീധനം ഇത്തിരി കിട്ടുമെങ്കിൽ കെട്ടാൻ തയ്യാറാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പെണ്ണിന്റെ പണം നോക്കിയിട്ട് കല്യാണം കഴിക്കാനിരിക്കുന്ന മക്കളോട് വാപ്പായും ഉമ്മായി എപ്പോഴും പറയും, സ്ത്രീധനം കെട്ടുന്നിടത്തുനിന്ന് കെട്ടിയാ മതിയെന്ന്. എടാ അനിയ, ജീവിക്കേണ്ടത് നീയാ, വാപ്പയല്ല. ജീവിക്കേണ്ടത് നീയാ, ഉമ്മയല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ തസവ്വജ ലിഇംറഅതി മാലിഹാ, ഏതെങ്കിലും ഒരുത്തൻ പണം കണ്ടിട്ട് പെണ്ണ് കെട്ടിയ, പണം കണ്ടിട്ട് പെണ്ണ് കെട്ടിയ മോനെ, അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, പെണ്ണിന്റെ പണം നോക്കിയിട്ടാണ് നീ കെട്ടുന്നതെങ്കിൽ നീ യതീംഖാനയിലായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിന്റെ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടാൻ നടക്കുക, സ്ത്രീധനം വാങ്ങിയിട്ട് കെട്ടാനൊരു വിഭാഗം. മറ്റൊരു വിഭാഗം രണ്ട് നോക്കുന്നത്, ഓക്ക് സൗന്ദര്യം ഉണ്ടോന്നാ. കൂടെ കൊണ്ട് നടക്കുമ്പോ എല്ലാരും പറയണം, കൊള്ള ആളിയാ, ലോട്ടറി അടിച്ചണ, നിനക്ക് എവിടുന്ന് കിട്ടിയിടാ. സൗന്ദര്യം കൂടിയ പെണ്ണ്, അവക്ക് ദീനുണ്ടോ ഒന്നും നോക്കാറില്ല. സൗന്ദര്യം കൂടിയ പെണ്ണിനെ കെട്ടാൻ പാടില്ല എന്നാ. സൗന്ദര്യം കൂടിയ പെണ്ണിനെ നോക്കി കെട്ടാൻ നടക്കുന്ന ചെറുപ്പക്കാരോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സൗന്ദര്യം കൂടിയ പെണ്ണിനെ കെട്ടാൻ പാടില്ല. കാരണം എന്തേ? ഇതിലെ കൂടെ ഒഴുകുന്ന നല്ല കാണാൻ അഴകുള്ള ഒരു പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. അത് കാണുമ്പോ എല്ലാവർക്കും ഒന്ന് കുളിക്കണമെന്ന് തോന്നൂലേ മനുഷ്യന്മാരെ? ഇത് നിങ്ങളൊക്കെ മലക്കൾ പ്രസവിച്ചതാ? ഇതിലെ കൂടെ നല്ല കാണാൻ അഴകുള്ള ഒരു പുഴ ഒഴുകുമ്പോ ആർക്കായാലും ഒന്ന് കുളിക്കാൻ തോന്നൂലേ? തോന്നുവോ ഇല്ലേ? തോന്നും. ഇതുപോലെ സൗന്ദര്യമുള്ളൊരു പെണ്ണ് പോയാൽ ഏത് പൊട്ടനും നോക്കിപ്പോ.
അതുകൊണ്ടാണ് കൗൺസിലിങ്ങിന്റെ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ പറഞ്ഞു തരാറുണ്ട്, ഭർത്താവ് ഒരിക്കലും തന്റെ ഭാര്യയോട് പറയാൻ പാടില്ല എന്നെക്കാളും സൗന്ദര്യം നിനക്കാണ്. ഒരു ഭർത്താവും തന്റെ ഭാര്യ ഇനി എത്ര വലിയ ഐശ്വര്യറായിയുടെ മോളാണെങ്കിലും തന്റെ ഭർത്താവ് ഭാര്യയോട് പറയരുത് എന്നെക്കാളും ഗ്ലാമർ നിനക്കാണെന്ന് പറഞ്ഞ അന്നത്തോടുകൂടി തുടങ്ങിയിട്ടുണ്ടാകും. അന്നത്തോടുകൂടി അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇതങ്ങ് തറയ്ക്കും, എനിക്ക് യോജിച്ച മനുഷ്യനല്ല. അതുകൊണ്ടാണ് നമ്മൾ കാണാറുണ്ട്, ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോൾ ഒരുമിച്ച് നടക്കൂല. ഭർത്താവ് മുന്നിൽ നടക്കും, ഭാര്യ കാരണം ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ ചേർച്ചയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടാൻ നടക്കുന്നവനോട് നിന്റെ ഭാര്യ നശിച്ചു പോകും, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിക്കും. മറ്റ് ചിലര് കുടുംബ മഹിമയാണ് നോക്കുന്നത്. അവനവനെ കൊണ്ട് പറ്റുന്നിടത്തൊന്നുമല്ല പുളിങ്കൊമ്പിലെ കയറി പിടിക്കത്തുള്ളൂ. വലിയ കുടുംബത്തിൽ പോയിട്ട് പെണ്ണ് കെട്ടുന്ന ചെറുപ്പക്കാരുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, കുടുംബ മഹിമ നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടിയാൽ ആ കുടുംബത്തിൽ നീ നാണം കെട്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് മക്കളെ ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു നല്ല പെണ്ണിനെ കെട്ടണം. അവക്ക് അള്ളാനെ പേടിയുണ്ടോ? അവൾ നിസ്കരിക്കുവോ? അവൾ ശരീരം മറക്കുന്നവളാണോ? അവൾ അള്ളാനെ പേടിച്ച് നടക്കുന്നവളാണോ? ഇത് നോക്കിയിട്ട് വേണം വിവാഹം കഴിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അധികം പേരും ആമീൻ പറയൂല. കാരണം ഇതിനകത്തിരിക്കുന്ന അധികം പേരും പെണ്ണ് കെട്ടിയവരാ. ഉസ്താദെ, കെട്ടിയ ഞങ്ങളോട് ഇത് പറഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്നാണ് അതിനർത്ഥം. കല്യാണം കഴിച്ചിട്ടുള്ള മഹാന്മാരൊന്ന് കൈവക്കിക്കേ. അപ്പൊ അധികം പേരും കെട്ടിയവരാ. നിങ്ങളോട് ഈ വിഷയം പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നാ നിങ്ങൾ ചോദിക്കുന്നത്, ഇല്ലേ? എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, 6 സ്വഭാവമുള്ള ഭാര്യയാണ് നിന്റെ ഭാര്യയെങ്കിൽ നിന്റെ വീടിന്റെ നന്മ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. 6 സ്വഭാവമുള്ള ഭാര്യയാണ് നീ കെട്ടിക്കൊണ്ട് നിർത്തിയിരിക്കുന്നതെങ്കിൽ, 6 സ്വഭാവം നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. 6 ദുസ്വഭാവമുള്ള ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന അല്ലാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അല്ലാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തി കളയുന്ന 6 വിഭാഗം പെണ്ണുങ്ങളുണ്ട്. ഏതൊക്കെ സ്വഭാവം എന്നറിയോ? ഏതൊക്കെ? ഞാനൊരു 6 സ്വഭാവം പറയാം. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഭാര്യക്കുണ്ടോന്ന്. നിങ്ങളുടെ ഭാര്യക്കുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അല്ലാതെ ഇന്ന് വയലും കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഭിത്തി ചേർത്ത് തീർത്തിട്ട് അങ്ങാരി പറഞ്ഞ 6 സ്വഭാവം നിനക്കൊണ്ട്, ചുമ്മാതല്ല നന്നാവാത്ത ഈ വീട് എന്ന് പറഞ്ഞിട്ട് തല്ലാനല്ല. ഭാര്യയ്ക്ക് ദുസ്വഭാവമുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. വേണോ? നിങ്ങൾ പെണ്ണുവരും കെട്ടാത്ത നിങ്ങൾ എന്താ മക്കളെ വേണമെന്ന്? എന്റെ പ്രിയമുള്ളവരെ, 6 വിഭാഗം പെണ്ണുങ്ങൾ. ഒന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, നേരെ ഇരിക്കില്ല എല്ലാവരും, നേരെ ഇരി. ഒന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വഭാവം ഉണ്ടെന്ന് കരുതിയാൽ മതി. ഒന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഭിനയിക്കുന്ന പെണ്ണ് വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തും. അല്ലാഹു കാക്കുമാറാകട്ടെ. അഭിനയിക്കുന്ന പെണ്ണ് സീരിയൽ നടിയൊന്നുമല്ല, ആൽബത്തിൽ അഭിനയിക്കുന്ന പെണ്ണിനെ കുറിച്ചല്ല പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും രോഗം നടിക്കുന്ന ഒരു ഭാര്യ, ഒരു അസുഖമില്ലെങ്കിലും അവൾ അഭിനയമാണ്. തന്റെ ഭർത്താവ് പറയും, ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ പറഞ്ഞാൽ പറയും, നടുവേദനയൊക്കെ എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങൾ തന്നെ ഇട്ട് പിടിച്ചോ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും രോഗം നടിക്കുന്ന ഒരു പെണ്ണ് വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ പെണ്ണ്, ചെയ്ത നന്മകൾ അവൾ മറക്കത്തില്ല, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. തന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അവൻ ഇങ്ങനെ പറയും. വിവാഹം കഴിഞ്ഞ് 15 കൊല്ലമായി അല്ലെങ്കിൽ 20 കൊല്ലമായി, മക്കളെയും കെട്ടിച്ചു, ഇപ്പോഴും വഴക്കു കൂടുമ്പോ പറയും, അതെ ഇങ്ങോട്ട് വന്നപ്പം വെറുതെ അല്ല വന്നത്, 25 പവനും 40 സെന്റുമായിട്ടാ ഞാൻ വന്നത്. ഈ വീട് ആര് കെട്ടിയ? എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കെട്ടിയതാ. നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ കിടന്നൊക്കെ ഊരി വിറ്റിട്ടാ കെട്ടിച്ചത്. എടാ, വാപ്പായും ഉമ്മായും മരിക്കാൻ കിടന്ന കാലം വരെ നോക്കിയത് ഞാനാ. അവള് മറന്നിട്ടില്ല. ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന പെണ്ണ് വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മൂന്നാമത്തെ പെണ്ണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൾക്ക് വീട് നോക്കാനും മക്കളെ നോക്കാനും ഭക്ഷണം വെക്കാനും ഭർത്താവിനെ നോക്കാനും ഒന്നും സമയമില്ല. 24 മണിക്കൂർ ഇങ്ങനെ ഒരുങ്ങുന്നവളാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങളുണ്ട്, ഒരുക്കം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഒരുക്കം. എന്റെ പ്രിയമുള്ളവരെ, ഒരുങ്ങണം. പെണ്ണ് ഭർത്താവിന്റെ മുന്നിലാണ് ഒരുങ്ങേണ്ടത്. പക്ഷേ ഒരുക്കം എപ്പോഴും ആയിപ്പോയാ പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ ഭാര്യ, ഭർത്താവും ഭാര്യയും കൂടെ വെളിയിലിരിക്കാം.
രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയൽവാസിയായ ഒരു പെണ്ണും തൻ്റെ ഭർത്താവും എവിടേക്കോ പോകുന്നതിന് വേണ്ടി വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇവള് ഭർത്താവിനോട് പറയുക, അതാ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങാരെ പോലെ ഇരിക്കണം, കണ്ടില്ലേ, അങ്ങാരെ ബോഡി കണ്ടില്ലേ, ഗ്ലാമർ കണ്ടില്ലേ, സ്നേഹം കണ്ടില്ലേ. സ്വന്തം ഭർത്താവ് മുന്നിലിരിക്കുമ്പോൾ മറ്റൊരുത്തൻ ആഗ്രഹിക്കുന്ന ഭാര്യ നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അഞ്ചാമത്തെ പെണ്ണ് ഭർത്താവിന്റെ കയ്യിൽ വാങ്ങിക്കൊടുക്കാൻ പൈസയുണ്ടോ ഇല്ലേ, അവക്കതൊന്നും അറിയണ്ട, കാണുന്നതൊക്കെ അവക്ക് വേണം, കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഭാര്യ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തും. ആറാമത്തെ പെണ്ണ്, എന്റെ പ്രിയമുള്ളവരെ, ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി വിളിച്ചാൽ അവൾ പറയും, ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് ശുദ്ധിയില്ല, എനിക്ക് രോഗമായി എന്ന് പറഞ്ഞൊഴിവാകുന്നവള. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് നല്ല കൃഷിയിടത്തിൽ വിളവിറക്കണം. അതുകൊണ്ട് മോനെ, പെണ്ണ് കെട്ടുന്ന സമയത്ത് നീ അവക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ അല്ലാഹുവേ, രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരൻ പോയൊരു പെണ്ണ് കണ്ടു, അല്ലാഹുവേ വിവാഹമുറപ്പിച്ചു, അല്ലാഹുവേ വിവാഹമുറപ്പിച്ചു. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വാലിഹായ സന്താനത്തെ കിട്ടണമെന്ന് നിനക്ക് മോഹമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ലോകത്തെ ആദ്യമായിട്ട് വിവാഹം നടന്നത് എവിടെ വെച്ചെന്നറിയുമോ? ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് നമ്മുടെ വാപ്പയായ ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ ഉമ്മയായ അല്ലാഹുവേ, നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗ്ഗത്തിൽ വെച്ചാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിവാഹം എന്ന് പറഞ്ഞാൽ കളിക്കാറുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാ പൊന്നുമോര്, അത് സുഖിക്കാനുള്ളതാ പൊന്നുമോര്, അത് സ്വർഗത്തിൽ പോയാണ് സുഖിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അസ്വാജുഹു ഫീ നിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹു ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ കാണാം, നാളെ ഒരു വാപ്പയും തന്റെ ഉമ്മയും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചു പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ, അതാ സ്വർഗത്തിലെ സ്വർണ്ണത്തിന്റെ ചാരുകസേരയിൽ ഒരു വാപ്പയും ഉമ്മയും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ ഇരുന്ന് സുഖിക്കുകയാണ്. അവരുടെ ചുറ്റുഭാഗം മുഴുവനും സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാ. അവർക്ക് എന്തേ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട്. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന സർവ്വ മലക്കുകളുണ്ടല്ലോ, ഈ വാപ്പയെയും ഉമ്മയെയും മക്കളെയും നോക്കിയിട്ട് ആ മലക്കുകൾ പോലും പറയുന്ന അവര് പോലും സലാം പറയുകയാ. എല്ലാവരും ബഹുമാനിക്കുകയാണ്, എല്ലാവരും ബഹുമാനിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ജീവിക്കേണ്ടത് സ്വർഗത്തിലേക്കാ പൊന്നുപോര്, അവിടെയാടാ പോയി സുഖിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ചാ. അതുകൊണ്ട് നിന്റെ നിക്കാഹ് എവിടെ വെച്ച് നടത്തണമെന്നറിയുവോ? ഓഡിറ്റോറിയത്തിലല്ലടാ, നിന്റെ വീടിന്റെ മുന്നിലല്ലടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലാഹുവിന്റെ പള്ളിയാവൂര്. പടച്ചവന്റെ പള്ളിക്കകത്ത് വെച്ചാ നിക്കാഹ് നടത്തേണ്ടത്, അല്ലാതെ ഓഡിറ്റോറിയത്തിൽ വെച്ചല്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ നാട്ടിൽ എത്രയോ ഹൈന്ദവ വിശ്വാസികളുണ്ട് പൊന്നുമോര്. ഞാനും നിങ്ങളും അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നവരാ. പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, അവരുടെ വിവാഹം നടത്തുന്നത് അമ്പലങ്ങളിൽ വെച്ചാണ്. ക്രിസ്തുമത വിശ്വാസികൾ അവരുടെ നിക്കാഹ് നടത്തുന്നത് പള്ളിയിൽ വെച്ചാ. കാരണം അവർക്കറിയാം, അവിടെ വെച്ച് നടത്തിയാലുണ്ടാകുന്ന മഹത്വം എന്താണെന്ന് അവർക്കറിയാം. പക്ഷേ നമുക്കറിയില്ലല്ലോ. അല്ലാഹുവേ, ഇന്നത്തെ വിവാഹങ്ങൾ എന്തെന്നറിയുമോ? ആർഭാടങ്ങളല്ലേ, അനാചാരങ്ങളല്ലേ, അഹങ്കാരം കാണിക്കാറ്, കുടുംബമഹിമ കാണിക്കാറ്, മത്സരം കാണിക്കാറ്, മറ്റുള്ളവന്റെ മുന്നിൽ പടച്ചവര് എന്റെ പൊന്നുമോളുടെ വിവാഹം ഇതുപോലെയാണെന്ന് കാണിക്കാൻ
ലോൺ എടുത്തിട്ടും പലിശക്കെടുത്തിട്ടും നിക്കാഹ് നടത്തുന്ന മാതാപിതാക്കളുണ്ടല്ലോ. അല്ലാഹുവേ, ഇന്നത്തെ വിവാഹങ്ങൾ ഈ സമുദായത്തിന് തന്നെ പേരുദോഷവാ, ഈ സമുദായത്തിന് തന്നെ നാണക്കേടാ. പടച്ചവനെ, ഇന്നത്തെ വിഭാഗത്തിന്റെ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങൾ എന്താ? പടച്ചവര്, താടിയുള്ളവനും ഹജ്ജ് ചെയ്തവനും ഉംറ ചെയ്തവനും ഇമാമും പ്രവാസകരും എല്ലാവരും ഈ വിഷയത്തിൽ കമന്മാരാ. പടച്ചവര്, വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ മൈലാഞ്ചി എന്ന് പറയുന്ന ഒരു അനാചാരമുണ്ട്. പടച്ചവര്, പാതിരാത്രി 12 മണി വരെ അയൽവാസികളുടെ മുഴുവനും ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ആഘോഷമാ. അവിടെ കള്ളു കുടിക്കുന്നവരുണ്ട്, ആണും പെണ്ണും കിടന്ന് ഗാനമേളകൾ നടത്തിയിട്ട് ആഘോഷം നടത്തുന്ന വിഭാഗങ്ങളുണ്ട്. പടച്ചവരെ, 12 മണിയായി ലക്കില്ലാതെ എവിടെയോ കിടന്നുറങ്ങുകയാ. അല്ലാഹുവേ, പിറ്റേ ദിവസം 7 മണിയാകുമ്പോഴാണ് വിവാഹം കഴിക്കേണ്ട പുതുമണവാള്, വിവാഹം കഴിക്കേണ്ട പുതുമണവാട്ടി പടച്ചവനെ എഴുന്നേക്കുന്നത് 7 മണിക്കാ. അന്ന് സുബഹി നിസ്കരിക്കുന്ന എത്ര പുതുമണവാളനുണ്ട്, എത്ര മണവാട്ടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹത്തോടെ പറയുകയാ, സുബഹി നമസ്കരിക്കാത്ത ദിവസം പെണ്ണുകെട്ടല്ലേ മോനെ, പെണ്ണുകെട്ടല്ലേ മോനെ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരു മനുഷ്യൻ എന്തു ചെയ്താലും അത് നന്നാകില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ പെണ്ണുകെട്ടല്ലേ, നന്നാവില്ലടാ മോനെ, ആഴത്തില്ലടാ മോനെ, നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് കിട്ടൂല മോനെ. 7 മണി വരെ കിടന്നുറങ്ങുമ്പോ ആരോ വന്ന് വിളിച്ചിട്ട്, എടാ പറയുന്നു ഇന്ന് നിന്റെ കല്യാണപാടാ. ചെറുപ്പക്കാരൻ എഴുതേക്കുകയാണ്. പടച്ചവരെ, 8 മണിയാകുമ്പോ 9 മണിയാകുമ്പോ അവന്റെ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവര് വീട്ടിലേക്ക് കടന്നു വരികയാ. എന്തിനാണ് വരുന്നതെന്നറിയുമോ? അവന് ഓർമ്മ വെച്ച കാലം മുതൽ കല്യാണത്തിന്റെ തലേ ദിവസം വരെ ആ പുതുമണവാളന് സ്വന്തമായിട്ട് കുളിക്കുന്നവനാ, അവന് സ്വന്തമായിട്ട് കുളിക്കാനറിയാ. പക്ഷേ വിവാഹത്തിന്റെ അന്ന് അല്ലാഹുവേ, മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ ഒരു കുളിപ്പീരാ. പുതുമണവാളനെ കുളിപ്പിക്കാൻ ഒരു വിഭാഗം കടന്നു വരികയാ. എല്ലാം കുളിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു റൂമിനകത്ത് കയറ്റിയിട്ട് അവനെ വസ്ത്രം ധരിപ്പിക്കുകയാ. കഫം തുണി പൊതിയുന്നത് പോലെ അവൻ ഇഷ്ടമുള്ള വസ്ത്രമല്ല ധരിക്കുന്നത്. കൂട്ടുകാര് പറയും, ഇത് നീ ധരിച്ചാ മതി. അല്ലാഹുവേ, മയ്യത്ത് പൊതിയുന്നത് പോലെ അവനെ പൊതിയുകയാണ്. എന്നിട്ടൊരു കോമാളിയെ പോലെ എടുത്തുകൊണ്ട് വരികയാ. എന്റെ പ്രിയമുള്ളവരെ, പിന്നെ പറയേണ്ടതില്ലല്ലോ, പിന്നെ പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവേ, പിന്നെ പടച്ചവനെ, ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കാഴ്ച വല്ലാത്ത കാഴ്ചയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. പടച്ചറപ്പെ, പിന്നെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നത് പോലെ ഘോഷയാത്രയാണല്ലോ. മണവാട്ടിയെയും മണവാളനെയും കൊണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട്. പടച്ചവനെ, ലോറിക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട്, പെട്ടിയാട്ടോയ്ക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട്, ചെണ്ടമേളം നടത്തിയിട്ട് കൊണ്ടുവരുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എല്ലാം കഴിഞ്ഞു. പാതിരാത്രി 9 മണിയായി, 10 മണിയായി. പുതുമണവാളനും മണവാട്ടിയും മണിയറയ്ക്കകത്തേക്ക് കിടക്കുമ്പോ ആ സമയത്ത് പോലും പടച്ചറപ്പ് പടക്കം പൊട്ടിക്കുന്നവരുണ്ട്, മണിയറയുടെ കട്ടിലിനടിയിൽ കയറിയിരിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ വിവാഹം ഇതുപോലെയാണ് നടക്കുന്നതെങ്കിൽ നിനക്ക് ജനിക്കൂലടാ പൊന്നുമോരെ, നിനക്ക് സ്വാലിഹായ മക്കള് ജനിക്കൂല ചെറുപ്പക്കാരാ. എന്റെ സ്നേഹനിധിയായ പെങ്ങള്, വിവാഹം സ്വപ്നം കണ്ട് കഴിയുന്ന പെങ്ങള്, നിന്റെ വിവാഹം ഇതുപോലെയാണെങ്കിൽ നീ 10 പെറ്റാലും നിന്റെ മക്കൾ നിനക്ക് പ്രയോജനം ചെയ്യൂല. കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, നീ വെച്ചുകൊടുത്ത ബിരിയാണിയും തിന്നിട്ട് കല്യാണത്തിന് പങ്കെടുത്തിട്ട് പോകുന്നവർ മുഴുവനും നിന്നെ ശപിച്ചിട്ടാ പോകുന്നത്. നിന്നെ കുറിച്ചൊരു നല്ല വാക്ക് പോലും പറയാറില്ലല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിഭാഗത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പച്ച വ്യഭിചാരം എന്തെന്നറിയുമോ? അതിന് വാപ്പയും അനുവാദം കൊടുക്കും, ഉമ്മയും അനുവാദം കൊടുക്കും, കൂടപ്പിറപ്പ്
അനുവാദം കൊടുക്കും. എന്തിന് കെട്ടിയ ഭർത്താവ് പോലും വ്യഭിചരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ഏതാ സമയമെന്നറിയുമോ? പടച്ചവര്, ഓഡിറ്റോറിയത്തിൽ താലി കെട്ടി കഴിഞ്ഞ പിന്നെ വല്ലാത്ത ഒരു കാഴ്ചയാ. പിന്നെ സെൽഫി എടുക്കാറുള്ള സമയമാ. അല്ലാഹുവേ, മഹ്റ് കൊടുത്ത് വിവാഹം കഴിച്ചവൻ പോലും തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തെ തൊട്ടിട്ടില്ല. അവനാണെങ്കിൽ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹുവേ, കെട്ടിയ പെണ്ണിനെ പിടിച്ച് കണ്ടവന്മാരുടെ നടുക്ക് നിർത്തിയിട്ട് സെൽഫി എടുക്കാൻ നിർത്തിക്കൊടുക്കുന്ന ചെറുപ്പക്കാരാ, പറമോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, 18 കൊല്ലം അല്ലാഹുവിനെ പേടിച്ച് വ്യഭിചരിക്കാതെ നടന്ന പ്രിയപ്പെട്ട പൊന്നുപോൾ, കല്യാണത്തിന്റെ ദിവസം കണ്ടവന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്ന പെണ്ണ്, നീ രക്ഷപ്പെടുവോ പൊന്നുമോള്? നിനക്ക് നല്ല മക്കള് പിറക്കുവോ പൊന്നുമോള്?